നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന ഒന്ന് തന്നെയായിരിക്കും കേട്ടോ. കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ കളഞ്ഞ് കിട്ടിയിരിക്കുക എന്നുള്ളത്. ഇപ്പോൾ കളഞ്ഞു കിട്ടുക എന്ന് പറയുമ്പോൾ അതെന്തായാലും നമ്മുടേതായിരിക്കില്ലല്ലോ, മറ്റുള്ളവരുടെ ആയിരിക്കും. അങ്ങനെ എന്താണെങ്കിലും കളഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ അത് വലിയതായിക്കോട്ടെ, അത് മൂല്യം കൂടിയതായിക്കോട്ടെ, ചെറിയതായിക്കോട്ടെ, അത് എടുക്കാനോ ഉപയോഗിക്കാനോ പാടില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷെ ഇതൊക്കെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. ഇപ്പോൾ കൂടുതലും ഇപ്പോൾ എങ്ങനെയൊക്കെ യാത്ര പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു വണ്ടിയിൽ വെച്ചിട്ടോ, ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ തന്നെ വരുമ്പോൾ നോക്കൂ, അവിടെ പലവിധ വസ്തുക്കളും അറിയാതെയൊക്കെ വീണു പോയിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ സ്വർണ്ണവും അങ്ങനെ എന്തെങ്കിലും പണമൊക്കെ ആണെങ്കിൽ അവിടെ അനൗൺസ്മെന്റ് ഉണ്ടായിരിക്കും, ഇന്നത് കളഞ്ഞു കിട്ടിയിട്ടുണ്ട്, ഉടമസ്ഥർ വരികയാണെങ്കിൽ തിരികെ ഏൽപ്പിക്കാന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെയൊക്കെ ചിലരറിയും. ചിലപ്പോൾ അങ്ങനെ നടന്നു പോകുമ്പോൾ വല്ല കൊടയോ അല്ലെങ്കിൽ കർച്ചീഫോ അല്ലെങ്കിൽ ഇപ്പൊ ഈ കമ്മലൊക്കെ ഉരി വീണിട്ട് അതിന്റെ ഒരെണ്ണൊക്കെ ആയിട്ട് അവിടെ കളഞ്ഞു കിടക്കുന്നുണ്ടായിരിക്കും. അപ്പൊ ചിലരത് എടുക്കും, അപൂർവം ചിലരെ സ്വന്താക്കും. ചിലരത് എന്ത് ചെയ്യും, എടുത്തിട്ട് ബന്ധപ്പെട്ടവരെ അറിയിക്കും, ഇന്നത് കിട്ടിയിട്ടുണ്ട് കേട്ടോ, ആർക്കെങ്കിലും ഉടമസ്ഥർക്ക് കൊടുത്തോളൂ എന്ന് പറയും. ചിലരത് കാണിച്ചു കൊടുക്കും, അവിടെ ഉദ്യോഗസ്ഥർ ആരെങ്കിലും നിൽക്കുന്നുണ്ടായിരിക്കുമല്ലോ, കാവൽക്കാര്, ഇന്നത് അവിടെ കിടക്കുന്നുണ്ട്, എടുത്തുകൊണ്ട് പോയിക്കോളൂ എന്ന് പറയും. ചിലരത് കണ്ടാലും അത് എൻ്റേതല്ല എന്നുള്ള രീതിയിൽ നടന്നു പോകും. ഇങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ സന്ദർഭങ്ങൾ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇതൊന്നും എടുക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ് യഥാർത്ഥ കാര്യം. പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളത് എടുക്കണം എന്നില്ല. നമ്മളത് കണ്ടാൽ തന്നെ, അതായത് ഒരാളുടെ കയ്യിൽ നിന്ന് വീണു പോയി നമ്മൾ കണ്ടാൽ തന്നെ അതിനെ കണ്ടുകിട്ടിയെന്നാണ് പറയുക. അപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ അത് കണ്ടാൽ എന്താണ് അതിൻ്റെ ദോഷം, അല്ലെങ്കിൽ ഏതൊക്കെ വസ്തുക്കൾ കണ്ടു കഴിഞ്ഞാലാണ്, ഏതൊക്കെ വസ്തുക്കൾ കണ്ടു കിട്ടിക്കഴിഞ്ഞാലാണ് നല്ലതെന്ന് പറയുക, ഏതൊക്കെ വസ്തുക്കൾ കണ്ടു കിട്ടിക്കഴിഞ്ഞാൽ അതിനെ മോശമാണ് അല്ലെങ്കിൽ അത് നന്നല്ല എന്ന് പറയാം. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. ഈ കളഞ്ഞു കിട്ടുന്ന വസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കാനായിട്ട് പാടില്ല. എന്നാലും ഇതിൽ ഏതൊക്കെ വസ്തുക്കളാണ് നല്ലത്, ഏതൊക്കെയാണ് കണ്ടാൽ എടുക്കരുത് എന്ന് നിർബന്ധമായിട്ട് പറയാറുള്ളത്, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമുക്ക് ആ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് അലങ്കാരങ്ങൾ പറയാം. ഗുരുവായൂരപ്പൻ്റെ ഇന്നലത്തെ അലങ്കാരം തന്നെ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഭഗവാൻ ഇന്നലെ മിടുക്കനാണ് കേട്ടോ. വെണ്ണ കയ്യിൽ പിടിച്ചിട്ട് നിൽക്കുന്നുണ്ടായിരുന്നത്. ഓടക്കുഴലുണ്ട് ഇടത്തെ കയ്യിലായിട്ട്. നന്നായി അണിഞ്ഞൊരുങ്ങി കുറച്ച് തടിയൊക്കെയുള്ള സുന്ദരനായിട്ടുള്ള ഉണ്ണിയായിട്ടായിരുന്നു ചാർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഭഗവാന്റെ കൂട്ടുകാരുമായിട്ടേ കളിക്കാനായിട്ട് ഇറങ്ങിയതാ. ഈ കളി എന്ന് പറയുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഗോപികമാരുടെ വീട്ടിൽ ചെന്നിട്ട് വെണ്ണ മോഷ്ടിച്ചെടുത്ത് കളിക്കുന്ന ആ ഒരു കളിയാണ് കേട്ടോ. അപ്പോൾ പതിവ് പോലെ പോയി ഭഗവാനും കൂട്ടുകാരെല്ലാവരും ഉണ്ട്. അതിൽ ഒരാളെ വിളിച്ചിട്ടാണ് അകത്തേക്ക് കയറിയിരിക്കുന്നത് പരിശോധിക്കാനായിട്ടേ. അപ്പോൾ ആ സമയത്ത് അവിടെ ഗോപികയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വെണ്ണക്കുടമൊക്കെ കൃത്യമായിട്ട് കണ്ടുപിടിക്കാനായിട്ടും സാധിച്ചു. അപ്പോൾ ഭഗവാന്റെ ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ എന്താ പറഞ്ഞെന്നറിയോ, അതേ കൃഷ്ണ, നീ ഇവിടെ നിൽക്ക്, ഇതേ വെണ്ണ ഒരു നിന്ന് കഴിച്ചോളൂ, ഞാൻ ബാക്കിയുള്ള എല്ലാവരെയുമായിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്ന് ഇങ്ങോട്ട് പോയി. ഭഗവാനാണെങ്കിലോ വെണ്ണയാണ് അടുത്തിരിക്കുന്നതേ, വെണ്ണയാണ് കയ്യിൽ ആ കുട്ടി തന്നിരിക്കുന്നതും. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞാൽ അത് മുഴുവനായിട്ട് അകത്തേക്കാക്കാതെ ഒരു സമാധാനവും കിട്ടില്ലല്ലോ. ഭഗവാൻ ഇങ്ങനെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കഴിച്ചിട്ട് കുറച്ചൊക്കെ ഇങ്ങനെ തടി വെച്ച് ആ കുഞ്ഞി കാലുകളും കൈകളൊക്കെ നല്ല വണ്ണത്തിലായി ഇന്നലെ ചാർത്തിയിരിക്കുന്നത് ഭഗവാന്റെ. എന്നിട്ട് ഇവരെല്ലാവരും കൂടി തിരിച്ചു വരുന്ന സമയത്ത് ഇതിലെന്തെങ്കിലും വെണ്ണ ബാക്കി ഉണ്ടായിരിക്കുമോ? പക്ഷെ ഈ കുട്ടികൾക്കാണ് അത് അറിയാത്തത്. ഭഗവാൻ വെണ്ണ കഴിച്ചു കഴിഞ്ഞാൽ ആ പിന്നെ കുടത്തിൽ ഒന്നും ഉണ്ടാകില്ല എന്ന കുട്ടികൾ വിചാരിക്കുക. പക്ഷെ അത് ഭഗവാൻ മാത്രമല്ലേ അറിയുള്ളൂ. എത്രത്തോളം വെണ്ണ എടുത്തു കഴിഞ്ഞാലും പിന്നെയും അതിലിങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളത്. ഒന്നുമില്ലാത്ത ശൂന്യമായിട്ടുള്ള ഒരു വെണ്ണക്കുടമാണ് അവിടെ ഇരിക്കുന്നതെങ്കിൽ കൂടിയിട്ട് അതിൽ വെണ്ണ നിറയ്ക്കാനായിട്ട് ഭഗവാന് നിഷ്പ്രയാസം സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ അടുത്ത് തന്നെയാണ് പറയുന്നത്. അതായത് ഭഗവാനോട് ഒട്ടും താല്പര്യമില്ലാത്തവരാണെങ്കിലും, ഒരു തരി പോലും സ്നേഹമില്ലാത്ത, ഒരു തരി പോലും ഭക്തിയുടെ കണിക ഇല്ലാത്തവരാണെങ്കിൽ പോലും അവരുടെ എല്ലാം ഉള്ളിലെ ഭക്തി കൊണ്ട് നിറയ്ക്കാനായിട്ട്, ഭഗവാനോടുള്ള സ്നേഹം നിറയ്ക്കാനായിട്ട് ക്ഷണനേരം പോലും ഭഗവാന് വേണ്ട. അതാണ് പറയണത്. അത്രയും മിടുക്കനായിട്ടുള്ള ഉണ്ണിയാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ. നല്ല മനോഹരമായിട്ടാണ് ഇന്നലെ ചാർത്തിയിരിക്കുന്നത് കേട്ടോ. ഒരു തിരുമുടിമാലയാണ് ഭഗവാനുള്ളത്. പിന്നെ 2 ഉണ്ടമാലകളുണ്ട്. ഈ 3 മാലകളും ഒരേപോലെ, അത് ഒരേ ഡിസൈനിലാണ് കോർത്തിരിക്കുന്നത്. അതിൽ തെച്ചിയുണ്ട്, തുളസിയുണ്ട്, നന്ദ്യാർവട്ടമുണ്ട്.
ഈ 3 നിറങ്ങളും ഇങ്ങനെ ഭംഗിയായിട്ട് ഇങ്ങനെ കുറച്ച് തുളസി, കുറച്ച് തെച്ചി, പിന്നെ കുറച്ച് നന്ദ്യാർവട്ടം അങ്ങനെ പുറത്ത് പോയിരിക്കാം. അതേപോലെ തന്നെ ഉണ്ടമാലകളും കോർത്തിരിക്കുന്നത്. അപ്പോൾ മാലകളിലൊക്കെ ഒരു യൂണിറ്റി ഉണ്ടായിരുന്നു കേട്ടോ, ഒരേപോലെയുള്ളതായിരുന്നു. പിന്നെ തിരുമുടി ഉണ്ട്, ഒറ്റ പീലിയാണ് ചാർത്തിയിരിക്കുന്നത്. മുടിയൊക്കെ നല്ല ഭംഗിയിൽ കെട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് യശോദാമ്മ. എന്നിട്ട് ഒറ്റ പീലി ചാർത്തിയിട്ട് പിന്നെ നെറ്റിയിൽ ഗോപി തിലകം ഉണ്ട്. കാതുകളിൽ ഗോപി തിലകങ്ങളാണ് കേട്ടോ, കാതുപൂക്കൾക്ക് പകരമായിട്ട് തിലകങ്ങളാണ്. കഴുത്തിലുണ്ട് ഒരു തിലകം. പിന്നെ മാലകളൊക്കെ ഇട്ടിട്ടുണ്ട്. കൈവളകളും തോൾവളകളും ഒക്കെ ഉണ്ട്. പിന്നെ ഇടത്തെ കയ്യിലാണ് കുറച്ച് വലിപ്പത്തിലുള്ള ഓടക്കുഴല, വലത്തെ കയ്യിൽ വെണ്ണ ഉരുളിയും പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. അരയിൽ കിങ്ങിണിയൊക്കെ ഉണ്ട് കേട്ടോ. അത് നല്ല വീതിയുള്ള, അതിന് മുന്നിലൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള ഒരു കിങ്ങിണിയാണ്. അതുകൊണ്ട് തന്നെ പട്ടുകോണകത്തിൻ്റെ ആ നിറമൊന്നും എനിക്ക് ഇന്നലെ കാണാൻ പറ്റിയിട്ടില്ല. പട്ടുകോണകം ഇല്ല എന്നുള്ള രീതിയിലായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ആ കിങ്ങിണിയുടെ വലിപ്പം കൊണ്ടാണ് കേട്ടോ അങ്ങനെ. പിന്നെ കാൽത്തളകളും ഇന്നലെ കാണാനായിട്ട് സാധിച്ചിരുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഇന്നലെ കാൽത്തളകളും എനിക്ക് കാണാനായിട്ട് സാധിച്ചില്ല കേട്ടോ. നല്ല മിടുക്കനായിട്ട് നിൽക്കുന്ന പൊന്നുണ്ണികൃഷ്ണനായിട്ടായിരുന്നു വെണ്ണയും ഓടക്കുഴലും പിടിച്ചിട്ട്. അപ്പോൾ ആ ഭഗവാനെ ആ ഒരു രൂപത്തിലെ നന്നായി മനസ്സിൽ കണ്ടിട്ട് എല്ലാവരുടെയും മനസ്സിൽ വെണ്ണയാകുന്ന ഭക്തിയും സ്നേഹവും ഭഗവാനോടുള്ള സ്നേഹവും ഒക്കെ നിറച്ചു തരണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൊഴുതു നമസ്കരിച്ചോളൂ കേട്ടോ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. ഇനി വെണ്ണ പിടിച്ച് നിൽക്കുന്ന ഉണ്ണിക്കണ്ണനെ തൊഴുത് നമസ്കരിച്ചിട്ട് ഗണപതിയെ കാണാനായിട്ട് പോകാം കേട്ടോ. ഗണപതിയൊക്കെ നല്ല ഉഷാറായിട്ടിരിക്കുന്നത്. എന്ത് ഭംഗിയായിട്ട് ഗണപതിനെ ചാർത്തിരിക്കുന്ന അറിയോ. നല്ല ഒതുക്കത്തിലെ, നല്ല വലുപ്പമല്ല നല്ല ചെറുതുമല്ല, നല്ല ഒതുക്കത്തിൽ ചാർത്തുക എന്ന് പറയില്ലേ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഒരു ബ്രൗൺ നിറത്തിലുള്ള പട്ടുടയാടയാണ് കേട്ടോ. അതിൽ ഡിസൈനുകളൊന്നുമില്ല. അരയിലൊരു മഞ്ഞ പട്ടുകൊണ്ട് ചുറ്റിയിട്ടുണ്ട്. പിന്നെ 2 മാലകളാണ് കഴുത്തിലണിഞ്ഞിരിക്കുന്നത്. നല്ല വീതിയുള്ള മാലകൾ ഇങ്ങനെ അടുപ്പിച്ചിട്ടിരിക്കുക. അപ്പോൾ കഴുത്തിൽ ഇങ്ങനെ കുടുങ്ങി കിടക്കുന്നത് പോലെ കേട്ടോ. ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ നെറ്റിയിൽ ഒരു ഗോപി തിലകം വെച്ചിട്ടുണ്ട്. അതിന് ചുവടെയായിട്ട് ഒരു പൊട്ടുണ്ട്. അത് ഈ വെളുപ്പും ചുവപ്പുമാണ് കേട്ടോ. വെളുപ്പിൻ്റെ ഉള്ളിലെ ചുവന്ന കുത്തിയ പോലെ, കുങ്കുമം കൊണ്ട് കുത്തിയ പോലെയുള്ള പൊട്ടുകളാണ്. ഒരു പൊട്ട് ഒരെണ്ണേ ഉള്ളൂ. അതേപോലത്തെ 2 കാതുകളിലും വെച്ചിട്ടുണ്ട്. പിന്നെ കിരീടം നല്ല ഭംഗിയിൽ ചാർത്തിയിരിക്കുകയാണ്. അതിന് തട്ടുകളായിട്ടാണ് ചാർത്തിയിരിക്കുന്നത്. അതിൽ ചുവന്ന പട്ടുണ്ട്, പിന്നെ വെളുത്ത നൂലുണ്ട്, പിന്നെ ചന്ദനവും കൂടെ നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുള്ള ഒരു കിരീടം. സുന്ദരനായിട്ടിരിക്കുന്ന മിടുക്കനായിട്ടുള്ള ഗണപതിയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഗണപതിയുടെ രൂപമൊക്കെ നന്നായി മനസ്സിൽ കണ്ടോളൂ, നന്നായി തൊഴുതു പ്രാർത്ഥിച്ചോളൂ. ഗണപതിക്ക് മുന്നിൽ എല്ലാവരും ഒന്ന് ഏത്തമിട്ടോളൂ. ഇനി ഭഗവതി അമ്മേനെ കാണാനായിട്ട് പോകുക കേട്ടോ. ഭഗവതി അമ്മയുടെ കലശ ചടങ്ങുകളുടെ ഒരുക്കങ്ങളൊക്കെ അവിടെ വാതിൽമാടത്തിൽ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലൂടെ ഒന്നും പ്രവേശനം ഉണ്ടായിരുന്നില്ല. നേരെ ഭഗവതി അമ്മേനെ അങ്ങോട്ട് പോയി തൊഴുത സമയത്ത് സുന്ദരിയായിട്ട് വൃന്ദാവനത്തിലെ ഭഗവാന്റെ പ്രിയപ്പെട്ട ഗോപികമാരുണ്ടായിരിക്കുമല്ലോ, അങ്ങനെയാണ് കേട്ടോ എനിക്ക് തോന്നിയത്. ആ വേഷവിധാനമൊക്കെ കണ്ടപ്പോൾ നല്ല സ്വർണ്ണ നിറത്തിൽ, ഒരു മാമ്പഴ മഞ്ഞ എന്നൊക്കെ പറയാം, അങ്ങനത്തെ നിറയെ സ്വർണ്ണ ഡിസൈനുകളൊക്കെ ആയിട്ട് കൂടിയിട്ടുള്ള ഒരു ഉടയാടയുണ്ട്. അരയിലെ ഒരു മഞ്ഞ പട്ടുകൊണ്ട് ചുറ്റിയിട്ടുണ്ട്. പിന്നെ ഉടയാടയിൽ തന്നെ ചുവപ്പും സ്വർണ്ണ നിറമൊക്കെ ആയിട്ട് ബോർഡറുകളുള്ള ലേസുകളൊക്കെ പതിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുള്ള ഉടയാടയാണ്. ഇതൊന്നും പോരാഞ്ഞിട്ട് ഒരു ഉത്തരിയും കൂടെ ഉണ്ട്. ഈ ശിരസിൽ കൂടെ അണിയില്ലേ, അങ്ങനെ അണിഞ്ഞതുപോലെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതിനൊരു പച്ച നിറത്തിലുള്ള ഒരു ഉത്തരിയും നന്നായിട്ട് ചിരിച്ചിട്ട് അണിഞ്ഞൊരുങ്ങിയിട്ട് സുന്ദരിയായിട്ടാണ് ഭഗവതി ഇരിക്കുന്നത്. പിന്നെ അത് പ്രത്യേകത എന്തായിരുന്നു അറിയോ, ഭഗവതിയുടെ നെഞ്ചിൻ്റെ ഭാഗത്തായിട്ട് ഒരു പത്മം, ഒരു താമര ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. അത് ശരിക്കും ഭഗവതി ഇങ്ങനെ താമരപ്പൂ പിടിച്ച് നിൽക്കുന്ന പോലെയാണ് തോന്നുന്നത്. പക്ഷെ കൈകളൊന്നും കണ്ടിരുന്നില്ല കേട്ടോ. അപ്പോൾ ആ നെഞ്ചിൻ്റെ ഭാഗത്തായിട്ടാണ് ആ താമര ചാർത്തിയിരിക്കുന്നത്. പിന്നെ കാതുകളിൽ പൊട്ട് വെച്ചിട്ടുണ്ട്. സന്തോഷവതിയായിട്ടുള്ള ഭഗവതിയാണ്. നെറ്റിയിലൊരു പൊട്ട് വെച്ചിട്ടുണ്ട്. കിരീടത്തിൻ്റെ അവിടെ സ്വർണ്ണ തിലകങ്ങൾ കൊണ്ടാണ്, അതായത് നടുക്കൊരു പൊട്ട്, 3 തിലകങ്ങൾ ഇങ്ങനെ കൂർത്ത് നിൽക്കുന്നത് പോലെ, അതൊരു പ്രത്യേക ഒരു കിരീടം വെച്ച പോലെയാണ് തോന്നുന്നത്. അങ്ങനെയായിരുന്നു ഭഗവതി അമ്മയുടെ അലങ്കാരം ഉണ്ടായിരുന്നത്. സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയധികം സന്തോഷത്തിലാണ് ഭഗവതി ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഭഗവതിയുടെ ആ രൂപമൊക്കെ നന്നായി മനസ്സിൽ കണ്ടോളൂ, നന്നായി തൊഴുത് പ്രാർത്ഥിച്ചോളൂ. ഭഗവതി അമ്മയ്ക്ക് മുന്നിലും എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. അപ്പോൾ ഇനി നമുക്ക് അയ്യപ്പനെ കാണാം. അയ്യപ്പന് കറുപ്പ് നിറത്തിലായിരുന്നു ഉടയാട ഉണ്ടായിരുന്നത്. സ്വർണത്തിൻ്റെ പ്രിന്റുകളോടൊക്കെ കൂടിയിട്ട് കദളിപ്പഴം പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ. അപ്പോൾ നല്ല സന്തോഷമൊക്കെ ഉണ്ട് മുഖത്ത്. 3 മാലകൾ അണിഞ്ഞിരിക്കുന്നത്, 2 സ്വർണ്ണമാലകൾ, പിന്നെ ഒരു ചുവന്ന പട്ടുകൊണ്ട് ഒരു മാലയുണ്ട്. നടുക്ക്, അതായത് മാലയല്ല കേട്ടോ, മാലയുടെ മുകളിലല്ല, അതല്ലാതെ കഴുത്തിലെ ഒരു സ്വർണ്ണ പൂവ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കാതുകളിൽ വലിയ 2 സ്വർണ്ണ പൊട്ടുകളുണ്ട്. നന്നായിട്ട് ചിരിച്ചിരിക്കുന്ന അയ്യപ്പനാണ് കേട്ടോ. എല്ലാവർക്കും മുഖത്ത് നല്ല സന്തോഷം ഉണ്ടായിരുന്നു ഇന്നലെ. നല്ല ഉഷാറായിട്ട് എല്ലാവരും ഇരിക്കുന്നത്. പിന്നെ നെറ്റിയിൽ ഒരു പൊട്ട് വെച്ചിട്ട് കിരീടത്തിൻ്റെ അവിടെ ചെറുതായി ചാർത്തിയിട്ട് അവിടെ ഒരു സ്വർണ്ണ പൂവും കൂടെ വെച്ചിട്ടുണ്ട്. അങ്ങനെയായിരുന്നു അയ്യപ്പൻ്റെ ഇന്നലത്തെ അലങ്കാരം ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും അയ്യപ്പൻ്റെയും ആ ഒരു രൂപവും ഭാവവും ഒക്കെ നന്നായി മനസ്സിൽ കണ്ടുകൊണ്ട് തൊഴുത്ത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. അയ്യപ്പന് മുന്നിലും എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ.
അപ്പോൾ ഇനി നമുക്ക് കളഞ്ഞു കിട്ടുന്ന വസ്തുക്കളെ കുറിച്ച് പറയാം കേട്ടോ. ഒരു തരത്തിലുള്ള വസ്തുക്കളാണെങ്കിലും ആരുടെ ആണെങ്കിലും കളഞ്ഞു കിട്ടുന്നത് എടുത്ത് ഉപയോഗിക്കാനായിട്ട് പാടില്ല. അതാണ് ഏറ്റവും ആദ്യം പറയാനായിട്ടുള്ളത്. പക്ഷെ നമ്മൾ എടുക്കുന്നില്ലെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിലും നമുക്കത് കണ്ണിൽ പെടും. അതായത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, ഇപ്പോൾ താഴെ എന്തെങ്കിലും വസ്തുക്കൾ വീണ് കിടക്കുന്നുണ്ട്, നമ്മളത് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് കണ്ടു കിട്ടിയത് പോലെയാണെന്നാണ് പറയുക. അപ്പം അങ്ങനെയൊക്കെ സംഭവിക്കുന്ന സമയത്ത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്വർണം ഒരിക്കലും കണ്ടുകിട്ടാനായിട്ട് പാടില്ല എന്നാണ് പറയുക. പ്രത്യേകിച്ച് വില കൂടിയ ഒരു വസ്തുക്കളും കണ്ടുകിട്ടാനായിട്ട് പാടില്ല. സ്വർണ്ണമൊക്കെ ആണെങ്കിൽ അങ്ങനെ കണ്ടുകിട്ടിക്കഴിഞ്ഞാൽ അത് ദുരിതമുണ്ടാക്കുന്നൊക്കെയാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത് കേട്ടോ. നേരെ മറിച്ച് ഇപ്പോൾ വില കുറഞ്ഞ വസ്തുക്കളാണെന്ന് വിചാരിക്കാം. അപ്പോൾ ചെമ്പ് അല്ലെങ്കിൽ വെള്ളി, അങ്ങനെ താരതമ്യേന വില കുറഞ്ഞ വസ്തുക്കളൊക്കെ ആണെങ്കിൽ അത് കുഴപ്പമില്ല, അതൊക്കെ നല്ലതാണ്. അങ്ങനെ കൂടെ ഇത് പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അങ്ങനെ പറയാറുണ്ട്. അപ്പോൾ ഈ വില കൂടിയത്, വില കുറഞ്ഞത് എന്ന് പറയാറുണ്ട്. കാരണം ഈ വില കൂടിയത് സ്വർണം, പണം, ഇത് പേഴ്സ്, അത് മണി പേഴ്സ് ഒക്കെ കിട്ടുക, നോട്ട് കെട്ടുകളൊക്കെ, ഇതിപ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് മാത്രമല്ല കേട്ടോ, പുറത്തുനിന്ന് നമ്മൾ ഈ യാത്രയൊക്കെ പോകുന്ന സമയത്ത് മറന്നു വെച്ചിട്ടൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് കണ്ടുകിട്ടലാണ്, അത് പണമാണ്. പ്രത്യേകിച്ച് അതിലൊക്കെയാണ് ഈ കലി കയറിയിരിക്കുക എന്നൊക്കെ പറയാം. അപ്പോൾ അതൊക്കെ നമ്മൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ, പിന്നെ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നഷ്ടപ്പെടുന്നവർക്ക് വളരെയേറെ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും. അയ്യോ, എൻ്റെ ആ സ്വർണം പോയല്ലോ, എൻ്റെ ആ പണം നഷ്ടപ്പെട്ടു പോയല്ലോ, എനിക്കത് കിട്ടിയിരുന്നെങ്കിൽ, തിരികെ ആരെങ്കിലും കൊണ്ടുവന്ന് തന്നിരുന്നെങ്കിൽ എന്നായിരിക്കും അവർ പ്രാർത്ഥിക്കുക. അപ്പോൾ ഇത് കിട്ടിയില്ലെങ്കിൽ അവരുടെ ആ ഒരു പ്രാർത്ഥന ഉണ്ടല്ലോ, അവരുടെ മനസ്സിലുള്ള വിഷമം അതത് ഉപയോഗിക്കുന്നവർക്കാണ് നേരെ തിരിച്ചു വരിക. അപ്പോൾ അത് ബുദ്ധിമുട്ടുകളൊക്കെ അവർക്ക് ഉണ്ടാക്കും. അതുകൊണ്ടാണ് ആ രീതിയിൽ പറയുന്നത് കേട്ടോ. വില കൂടിയ ഒരു വസ്തുക്കളും കണ്ടുകിട്ടാനായിട്ട് പാടില്ല. ഇനി ഏതെങ്കിലും കാരണവശാൽ നമുക്കത് ലഭിച്ചു കഴിഞ്ഞാൽ അത് ആ പരിസരത്ത് എവിടുന്നാണ് ലഭിച്ചത് അവിടെ ഒരു അധികാരി ഉണ്ടായിരിക്കുമല്ലോ, അവരെ ഏൽപ്പിക്കുക. എന്നിട്ട് അത് അതിൻ്റെ ഉടമസ്ഥർക്ക് കിട്ടുന്ന രീതിയിൽ, ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഏൽപ്പിച്ച് വരികയാണ് വേണ്ടത്. അപ്പോൾ ഒരിക്കലും സ്വർണം കണ്ടുകിട്ടാനായിട്ട് പാടില്ല. പിന്നെ അതേപോലെ തന്നെ ഈ പണവും അതിൽ പെടുന്നതാണ് കേട്ടോ. പണം, സ്വർണത്തേക്കാൾ മൂല്യമുള്ള എന്തും കളഞ്ഞു കിട്ടുന്നത് നന്നല്ല എന്നാണ് പറയുക. താരതമ്യേന വില കുറഞ്ഞ, ഇപ്പോൾ ഫാൻസി ആയിട്ടുള്ള ഐറ്റംസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കമ്മലുകൾ, മാലകൾ, ചിലപ്പോൾ പൊട്ടിയിട്ടോ കഷ്ണങ്ങളൊക്കെ ആയിട്ടൊക്കെ വീണ് കിടക്കുന്നുണ്ടായിരിക്കും. അങ്ങനെയൊന്നും കണ്ടു കഴിഞ്ഞാൽ കുഴപ്പമില്ല കേട്ടോ, അതൊക്കെ നല്ലതാണ്. നമ്മൾ എടുക്കണ്ട, പക്ഷെ അങ്ങനെ കണ്ടു കിട്ടുന്നതിൽ നമുക്ക് ദോഷമൊന്നും പറയാറില്ല, അതൊക്കെ നല്ലതാണെന്നാണ് പറയുക. വില കൂടിയതിനാണ് ദോഷമായിട്ട് പറയാറുള്ളത് കേട്ടോ. പിന്നെ ഒരു കാര്യം, ഇപ്പോൾ ക്ഷേത്രത്തിൽ നിന്നൊക്കെ കളഞ്ഞു കിട്ടുന്ന വസ്തുക്കൾ, പണമാണെങ്കിൽ പുറത്തുനിന്ന് നമുക്ക് കളഞ്ഞു കിട്ടുന്ന വസ്തുക്കളാണ്. ഇതൊന്നും കൂടാതെ ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് നിന്നോ അല്ലെങ്കിൽ നമ്മുടെ എവിടെയെങ്കിലും യാത്രയൊക്കെ പോകുമ്പോഴോ നമ്മൾ എവിടെയെങ്കിലും പോയിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ കിടക്കുന്നുണ്ടായിരിക്കും. ഇപ്പോൾ കുട്ടികളൊക്കെയാണ്, അവർക്ക് അത് കണ്ടു കഴിഞ്ഞാൽ കൗതുകത്തോട് കൂടിയിട്ട് എടുത്ത് വരികയൊക്കെ ചെയ്യാം. ഇപ്പോൾ ഭഗവാന്റെ തന്നെ വിഗ്രഹങ്ങളോ അല്ലെങ്കിൽ ഫോട്ടോകളോ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ഉപേക്ഷിച്ച് പോയവരുണ്ടായിരിക്കും. അങ്ങനെയുള്ളതൊന്നും എടുക്കരുതെന്നാണ് പറയുക. നമ്മൾ എപ്പോഴാണ് നമ്മളൊരു വസ്തു ഉപേക്ഷിക്കുക, നമുക്ക് ആവശ്യമില്ലാതെ വരുന്ന സമയത്ത് ഉപേക്ഷിക്കുക. ഇപ്പോൾ വിഗ്രഹങ്ങളാണെങ്കിലും ഫോട്ടോകളാണെങ്കിലും അത് പൊട്ടിയതോ അല്ലെങ്കിൽ ഉടഞ്ഞതോ അങ്ങനെയുള്ള വസ്തുക്കളൊക്കെയാണ് ഉപേക്ഷിക്കുക. അപ്പോൾ അതിനെ ഉപേക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ്? അതങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ദോഷമാണ്, അങ്ങനെയാണല്ലോ പറയാറുള്ളത്. കാരണം അതിൽ ചൈതന്യം ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ആ ദോഷത്തെ മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ പലരും പല വസ്തുക്കൾ ഉപേക്ഷിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതൊരാൾക്ക് കണ്ടു കിട്ടുകയാണ് അല്ലെങ്കിൽ അത് എടുത്തുകൊണ്ട് വരികയൊക്കെയാണ്, അത് ആ എടുക്കുന്ന ആൾക്കും അല്ലേ അതിൻ്റെ ഒരു ദോഷം വരിക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഉപയോഗിക്കുന്ന വസ്ത്രം പോലും മറ്റൊരാൾ ഉപയോഗിക്കരുതെന്നാണ് പറയുക. അത് വസ്ത്രം പുതിയത് വാങ്ങിക്കൊടുക്കുന്ന രീതിയല്ല കേട്ടോ പറയണത്. പണ്ട് കാലത്തൊക്കെ അങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് ഇല്ലാത്തവരുണ്ടായിരിക്കും. അപ്പോൾ ആരെങ്കിലുമൊക്കെ വസ്ത്രങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ദോഷമാണോ നല്ലതാണോ എന്നൊന്നും അല്ല നോക്കുക. ഓൾറെഡി അവർക്ക് ദോഷങ്ങളുള്ളത് കൊണ്ടാണല്ലോ ദാരിദ്ര്യം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇല്ലായ്മയിൽ ഉപയോഗിച്ചവരുണ്ടായിരുന്നു. പക്ഷേ ഒരാൾ ഉപയോഗിക്കുന്ന വസ്ത്രം ഉണ്ടല്ലോ, അത് ഉപേക്ഷിച്ചതാണെങ്കിലും മറ്റൊരാളുടെ വസ്ത്രം പോലും ഉപയോഗിക്കരുതെന്നാണ് പറയുക. ആ വസ്ത്രം അവർ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അവരുടെ, ഇപ്പോൾ നമ്മൾ ചെരുപ്പ് ഉപയോഗിക്കുന്ന കാര്യം പറയാറുണ്ടല്ലോ, അതേപോലെ തന്നെ അവരുടെ ദോഷങ്ങളും അതിൽ കൂടെ പോകും. ഇതൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പം എന്താണെങ്കിലും ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്, ഒരാളുടെ വസ്തുക്കൾ അയാൾ ഉപയോഗിക്കുക, അയാളുടെ അനുവാദമില്ലാതെ അല്ലെങ്കിൽ അയാളിൽ നിന്ന് വീണ് കിട്ടിയതാണെങ്കിൽ കൂടെ ഒരാളും ഉപയോഗിക്കരുത് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ ചെരുപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ചെരുപ്പ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നല്ലതാണ്, നമ്മുടെ ദോഷങ്ങളൊക്കെ അതിലൂടെ തന്നെ പോയിട്ടുണ്ടായിരിക്കും എന്നൊക്കെ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിലരാണെങ്കിലേ ചിലപ്പോൾ അവിടെ മറന്നു വെച്ചിട്ടായിരിക്കും പോയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ മറ്റൊരാൾ ചെരുപ്പില്ലാത്ത ഒരാളായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ദുരുദ്ദേശത്തോടു കൂടി വന്നിട്ടുള്ളതായിരിക്കാം. അവിടെ ഒരു ചെരുപ്പ് കിടക്കുന്നത് കണ്ടു, എന്നാൽ ഞാനിതിട്ട് പോയിക്കോളാം എന്നുള്ള രീതിയിലാണെങ്കിലോ
എന്താണ്, മറ്റുള്ളവരുടെ ദോഷമാണ് ഈ കൂടെ കൊണ്ടുപോകുന്നത്. ചിലപ്പോൾ മനഃപൂർവ്വം ഊരിയിട്ട് പോകുന്നവരുണ്ടായിരിക്കും കേട്ടോ, അവരുടെ ദോഷങ്ങൾ പോയിക്കോട്ടെ എന്നുള്ള രീതിയിൽ ചെരുപ്പ് ഊരിയിട്ടിട്ട് പിന്നെ ചെരുപ്പില്ലാതെ പോകുന്നവരുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും സ്ഥലത്ത് വന്നിട്ട്, ഇപ്പോൾ ക്ഷേത്രങ്ങളിലേക്കാണെങ്കിലും എങ്ങനെയാണെങ്കിലും വന്നിട്ട് തൊഴുതു പോകുന്ന സമയത്ത് ചെരുപ്പില്ലാതെ പോകുന്നവരുണ്ടായിരിക്കും. ആ ദോഷങ്ങൾ അവിടെ പോയിക്കോളും. ഓരോരുത്തരുടെയും സങ്കല്പങ്ങൾ, പ്രാർത്ഥനകൾ, വിശ്വാസങ്ങൾ ഇതെല്ലാം പലതാണല്ലോ. അപ്പം അങ്ങനെ ഇട്ട് പോകുന്നവരാണെങ്കിലും ആ ചെരുപ്പ് എടുത്തു കഴിഞ്ഞാൽ എന്താണ്, അത് കളഞ്ഞു കിട്ടുന്നത് പോലെ, അല്ലെങ്കിൽ അത് ഒരാൾ അറിയാതെ എടുക്കുന്നത് പോലെയൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ദോഷങ്ങൾ വരുത്തി വയ്ക്കും. അപ്പോൾ ഈ ചെരുപ്പ് പ്രധാനപ്പെട്ട ഒന്നാണ്. ഒരു കാരണവശാലും ഒരാളുടെയും ചെരുപ്പുകൾ ഉപയോഗിക്കാതിരിക്കുക. അപ്പോൾ ഇത് കളഞ്ഞു കിട്ടുക എന്ന് മാത്രമല്ല കേട്ടോ, ഒരാൾ ഉപയോഗിച്ച ചെരുപ്പാണ് മറ്റൊരാൾ ഉപയോഗിക്കുന്നെങ്കിൽ കൂടിയിട്ട് ആദ്യം ഉപയോഗിച്ച ആളുകൾക്ക് ഏതെങ്കിലും തരത്തിൽ കാലിന് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അത് പടരാനുള്ള സാധ്യതയും കൂടെ ഉണ്ട്. ഇപ്പോൾ കാലുകളിൽ കൂടെ, നഖത്തിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പടരുന്ന ധാരാളം അസുഖങ്ങളുണ്ട്. അങ്ങനെ ഒരു വശം കൂടെ അവിടെ പറയാറുണ്ട് കേട്ടോ. പിന്നെ കളഞ്ഞു കിട്ടാൻ സാധ്യതയുള്ളത്, ഇത് കുറച്ചും കൂടെ ഒന്ന് കടന്നതാണ്. എന്തായാലും നമ്മൾ ഈ പറയുന്ന കൂട്ടത്തിൽ പറയേണ്ട ഒരു കാര്യമായതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഇപ്പോൾ ഈ മൂടിയ രീതിയിലുള്ള പാത്രങ്ങൾ, അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞുള്ള കൗതുകമൊക്കെ ഉണ്ടായിരിക്കും കാണാനായിട്ട്, അല്ലെങ്കിൽ ഈ ഏലസുകൾ, ഇതൊക്കെ മുതിർന്നവർക്ക് അറിയുന്നുണ്ടായിരിക്കും അത് എടുക്കാൻ പാടില്ല. അത് കാണുമ്പോൾ തന്നെ ചിലർക്ക് മനസ്സിലാകും എന്തോ ഒരു നെഗറ്റിവിറ്റി അതിലുണ്ട്, അത് എടുക്കണ്ടെന്നുള്ളത്. ഇപ്പം തുറന്ന പാത്രങ്ങളല്ല കേട്ടോ, ഇതൊക്കെ ചിലപ്പോൾ കണ്ടു എന്ന് വരും. ഇപ്പം എന്തെങ്കിലും എവിടെയെങ്കിലും കുഴിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും പഴയ വീടുകളിൽ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ കാണും. കുട്ടികൾക്കൊക്കെ ഇതൊരു കൗതുകകരമായിട്ട് തോന്നും. അപ്പം ചിലപ്പോൾ ഇവരിത് എടുത്തുകൊണ്ട് ഇവർ തുറന്നു നോക്കുകയൊക്കെ ചെയ്യും. നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, യക്ഷിക്കഥകളിലൊക്കെ കണ്ടിട്ടുണ്ട്. അതായത് ആണിയൊക്കെ ഊരുന്ന സമയത്ത് അവരുടെ ദേഹത്തേക്ക് ആ ബാധ പ്രവേശിക്കുന്നത്. ഇത് പലർക്കും വിശ്വാസമില്ലാത്ത ഒരു കാര്യമാണ്. എന്നിരുന്നാലും ഇന്നത്തെ സമൂഹത്തിലും അങ്ങനെ ദുഷ്ട മനസ്സോട് കൂടിയിട്ട് മറ്റുള്ളവരുടെ തകർച്ചയ്ക്കായിട്ട് ഓരോരോ ദുഷ്പ്രവൃത്തികൾ ചെയ്യുന്നവർ, ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ഭാഗമായിട്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ കാണുന്നുണ്ടായിരിക്കാം. അപ്പം എന്താണെങ്കിലും നമുക്ക് ആവശ്യമില്ലാത്തതാണോ ആ ഭാഗത്തേക്ക് നോക്കിയേ വേണ്ട. ഇനിയിപ്പോൾ ആരെങ്കിലും അത് എടുത്തു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് മാറ്റുക. കൗതുകത്തിന് വേണ്ടിയിട്ട് പോലും നോക്കണ്ട, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പുതിയത് വാങ്ങിക്കാമല്ലോ. അപ്പോൾ ഭഗവാൻ സഹായിച്ച് അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നിരവധി പേർക്ക് ഉണ്ടാകും. നമുക്കൊരു ആഗ്രഹം തോന്നി അത് വാങ്ങിക്കാനുള്ള സൗകര്യം ഭഗവാൻ നൽകുന്നുണ്ടായിരിക്കും. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ പുതിയത് വാങ്ങിക്കുക. പഴയത് ഇങ്ങനെ കണ്ടു കിട്ടുന്നത് ഒരു കാരണവശാലും ഉപയോഗിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഒരാൾ ആ ആളുടെ രക്ഷയ്ക്കായിട്ട് ഉപയോഗിച്ച വസ്തുക്കളായിരിക്കാം, ആ ആളുടെ ഗുണത്തിനായിട്ട് വേണ്ടി ഉപയോഗിച്ച വസ്തുക്കളായിരിക്കാം. അത് ലഭിച്ചപ്പോൾ അത് അവർ ഉപേക്ഷിച്ചിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഒരാളുടെ ദോഷം മാറാനായിട്ട് പല വസ്തുക്കൾ കൊണ്ടുവന്നിട്ട് ഉപേക്ഷിക്കുന്നുണ്ടായിരിക്കും. അതൊന്നും ഒരു കാരണവശാലും പോയിട്ട് എടുക്കാതെ ഇരിക്കുക. അത് ഏത് തരത്തിലുള്ളതാണെന്നൊന്നും നമുക്കറിയാനായിട്ട് പോകണില്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇത് ചിലപ്പോൾ അന്ധവിശ്വാസമാണെന്ന് തോന്നാം കേട്ടോ, പക്ഷെ ചിലപ്പോൾ ചിലർക്കൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ടായിരിക്കും. ഇത്രയേ അവിടെ ചിന്തിക്കുന്നുണ്ടോ, നമ്മുടേതല്ലാത്ത ഒന്നും നമ്മൾ എടുക്കരുത്. പ്രത്യേകിച്ച് വില കുറഞ്ഞതാണെങ്കിൽ കുഴപ്പമില്ല, അത് എടുക്കണം എന്നല്ല കേട്ടോ പറയണത്. എടുക്കുന്നതല്ല, കണ്ടു കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണലാണ്. കണ്ടാൽ അത് കണ്ടു കിട്ടുക എന്നാണ് അർത്ഥം, എടുക്കണം എന്നില്ല. ഇപ്പോൾ ചില സമുദായത്തിലൊക്കെ ഒരു സമ്പ്രദായമുണ്ട്. പെൺകുട്ടികൾ വലിയ കുട്ടികളായി കഴിഞ്ഞാൽ, ഋതുമതികളായി കഴിഞ്ഞാൽ അവരൊക്കെ കുളിപ്പിച്ച് കൊണ്ടുവന്നതിന് ശേഷം ഒരു കിണ്ടിയിൽ വെള്ളം നിറച്ചിട്ട്, പകുതി വെള്ളം നിറച്ചിട്ട് അതിൽ കുറച്ച് സാധനങ്ങൾ ഇടും. ഒരു 7 വസ്തുക്കൾ, ഈ കരിക്കട്ട, സ്വർണം, വെള്ളി, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ അതിൽ ഇട്ട് വെക്കും. ഈ വെള്ളത്തിൽ ഇട്ട് വെക്കാൻ പറ്റുന്ന തരത്തിലുള്ളത്, പല മൂല്യങ്ങളുള്ളത് അതിലിട്ട് വെച്ചിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ഈ കുട്ടിയോട് അതിൽ നിന്ന് എടുക്കാനായിട്ട് പറയും. അപ്പോൾ ഈ കുട്ടി എടുക്കുന്ന സമയത്ത് അതിൽ നിന്ന് കരിക്കട്ടയാണ് കിട്ടുന്നതെങ്കിൽ, ഇപ്പോൾ കരിക്കട്ടയാണ് അതിൽ ഏറ്റവും മൂല്യം കുറഞ്ഞതുണ്ടായിരിക്കും, ഏറ്റവും വില കുറഞ്ഞത് കരിക്കട്ടയായിരിക്കും. അതാണ് കിട്ടുന്നതെങ്കിൽ അത് നല്ലതാണെന്നാണ് പറയുക. ഈ ലക്ഷണം പറയുമല്ലോ, ലക്ഷണം നോക്കി പറയുന്ന നിരവധി പേരുണ്ട്. അങ്ങനെ ലക്ഷണം പറയുന്നത് അത് ഐശ്വര്യമാണ്, ആ കുട്ടിക്ക് നല്ലതാണ്, നല്ലതുണ്ടായി, നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കും, അങ്ങനെയാണ് പറയുക. നേരെ മറിച്ച് അതിൽ നിന്ന് സ്വർണ്ണമാണ് എടുക്കുന്നതെങ്കിൽ അതായിരിക്കും അതിൽ ഏറ്റവും വില കൂടിയതുണ്ടായിരിക്കുക, അത് നന്നല്ല എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഇത് പണ്ടുകാലം മുതലേ എല്ലാവരും പറഞ്ഞ് കേൾക്കുന്ന, അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊന്ന് അടുത്ത തലമുറയിലേക്ക് പറയാനുള്ളത്, എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടേതല്ലാത്ത ഒന്നും എടുക്കാതിരിക്കുക. അത് ഒരു തരത്തിലും നമുക്ക് ഗുണം ചെയ്യില്ല. പ്രത്യേകിച്ച് സ്വർണത്തിനൊക്കെ വില കൂടിയിട്ടുള്ള സമയമാണ്. അപ്പോൾ സ്വർണം വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പൈസ കിട്ടുമല്ലോ, അതുകൊണ്ട് അത് നല്ലതല്ലേ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അതിൻ്റെ പുറകെ അതിൻ്റെ ദോഷങ്ങളും വരുന്നുണ്ടായിരിക്കും. അപ്പോൾ ഒരിക്കലും ഒന്നും എടുക്കാതിരിക്കുക. മറ്റുള്ളവരുടേത് കണ്ടു കിട്ടിക്കഴിഞ്ഞാൽ എന്ത് വേണം, അത് ഉടമസ്ഥരെ ഏൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക. അല്ലെങ്കിൽ അത് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ആ ദോഷങ്ങൾ നമുക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ.
അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ടുണ്ടായിരുന്നത് കേട്ടോ. എന്തായാലും ചിലർക്കൊക്കെ അനുഭവം ഉള്ളത് കൊണ്ട് ചിലർക്കൊക്കെ അത് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകും എന്ന് തന്നെ കരുതാണ്. പിന്നെ നമുക്ക് നാമജപത്തിൻ്റെ വിശേഷങ്ങൾ കൂടെ പറയാം. ഇന്നലെ 96,207 നാമങ്ങളാണ് കേട്ടോ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ എല്ലാവരും നാമജപം നന്നായി തന്നെ തുടർന്നുകൊണ്ട് പോയിക്കോളൂ. ഇന്ന് ഏകാദശിയാണ്. അപ്പോൾ ഏകാദശി ദിവസം എത്രത്തോളം നാമം ജപിക്കാനായിട്ട് സാധിക്കുന്നു അത്രത്തോളം നാമം ജപിക്കുക. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങൾ, അലങ്കാരങ്ങൾ, പുതിയ പുതിയ അറിവുകളും ഒക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.